ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഷോർട്ട് ഹാൻഡിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഷോർട്ട് ഹാൻഡ് എത്ര ഉണ്ട്, എത്ര തരത്തിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ക്ലാസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളിനി ഫസ്റ്റ് ക്ലാസ്സാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാപ്റ്റർ 1 കോൺസണൻസ് എന്നാണ്. ഈ സ്ട്രോക്കുകൾ എല്ലാം കൂടെ ചേർന്നാണ് നമ്മളത് കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 26 സ്ട്രോക്കുകൾ നമുക്കുണ്ടായിരിക്കും. ആ സ്ട്രോക്കുകളാണ് ഓരോ അക്ഷരങ്ങളായിട്ടാണ് സ്ട്രോക്കുകളെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്ട്രോക്ക് നമ്മൾ 2ആയിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഇത് ഒരേ കണക്കായി പോയി, പേന ഒന്നായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തിക്കുണ്ട് തിന്നുണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞുതരാം. കാരണം ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ പി ആണ്. പി നമ്മൾ തെളിപ്പിക്കാതെ എഴുതണം. അതേസമയം ബി ആണെങ്കിൽ ഇതാണ് തെളിപ്പിച്ചാണ് എഴുതുന്നത്, അല്ലേ? പട്ടി കൂട്ടി എഴുതണം. അതേസമയം ടി തെളിപ്പിക്കാതെ എഴുതണം. ഡി എന്താണ്? തെളിപ്പിച്ചെഴുതണം. ചേ തെളിപ്പിക്കാതെ എഴുതും. ജെ തെളിപ്പിച്ചാണ് എഴുതുന്നത്. കെ തെളിപ്പിക്കാതെ ഗെ തെളിപ്പിച്ചെഴുതും. എഫ് തെളിപ്പിക്കാതെ എഴുതും. ബി കട്ടി കൂട്ടിയാണ് എഴുതുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിപ്പിക്കാതെ എഴുതും. ദി ആ ശ്ലോകനെ തെളിപ്പിച്ചെഴുതും. എസ് തെളിപ്പിക്കാതെ എഴുതും. റിസൾട്ട് തെളിപ്പിച്ചാണ് എഴുതുന്നത്. ഇഷ് തെളിപ്പിക്കാതെ എഴുതും. വി തെളിപ്പിച്ചെഴുതും. എം സാധാരണ എഴുതുമ്പോൾ മഴ എന് തെളിപ്പിക്കാതെ എഴുതും. ഇന്ന് അത് കട്ടി കൂട്ടിയാണ് എഴുതുന്നത്. എല്ല് നമുക്ക് 2 തരത്തിലുണ്ടായിരിക്കും. എല്ല് ക്യാപിറ്റൽ എല്ലും ഉണ്ടായിരിക്കും, സ്മാള് എല്ലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് മുകളിൽ താഴോട്ടാണ് വരുന്നത്. ചെറിയ എല്ലാണെങ്കിൽ എന്താണ്? മുകളിലോട്ട് പോകും. മുകളിൽ നിന്നാണ് വേണം. ഇത് താഴോട്ട് വരും, ഇത് മുകളിലോട്ട് പോകും. എല്ല് അങ്ങനെ എല്ല് 2 തരത്തിലുണ്ടായിരിക്കും. ആറും 2 തരത്തിലുണ്ടായിരിക്കും. എന്താണ്? ഒന്ന് ഡൗൺവേർഡായിട്ട് എഴുതും, ഒന്ന് അപ്വേർഡായിട്ട് എഴുതും. ക്യാപിറ്റൽ ആറ്, സ്മാൾ ആറ്. ഡബ്ല്യു അത് സാധാരണ വേ. ഡബ്ല്യു അല്ലെങ്കിൽ അതിനെന്ത് പറയും? വേ എന്ന് പറയാം. അടുത്തത് ഒയ് എന്ന് പറഞ്ഞാൽ എ സൗണ്ട് കൊടുക്കാം നമുക്ക്. എച്ച് എന്താണ്? ഡൗൺവേർഡ് ആയിട്ടുണ്ട്. എച്ച് സ്മാൾ എച്ച് അപ്വേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ 26 സ്ട്രോക്കുകളാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും സ്ട്രോക്കുകളുണ്ട്. ഈ സ്ട്രോക്കുകളെ തന്നെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? ഈ സ്ട്രോക്കുകളെ നമുക്ക് 6ആയിട്ട് തിരിക്കാം. നമുക്ക് അപ്പൊ 6 പി ബി ടി ഡി ചെ ജെ കെ ഗെ. ഈ സ്ട്രോക്കുകള് നമുക്ക് എക്സ്പ്ലോഡൻസ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. എക്സ്പ്ലോഡൻസ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിച്ചെഴുതുന്ന സ്ട്രോക്കുകളാണ്. നമ്മൾ എന്ത് പറയുന്നത്? ഒരേ അക്ഷരങ്ങൾ ഇങ്ങനെ ചരിച്ച് എഴുതും. ഇതുവരെ ഇത്രയും സ്ട്രോക്കുകൾ നമുക്ക് എന്ത് പറയാം? എക്സ്പ്ലോഡൻസ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അത് ഈ 26 സ്ട്രോക്കുകളൊക്കെ നമ്മൾ എത്രയായിട്ട് നേരത്തെ പറഞ്ഞതാണ്. 26 സ്ട്രോക്കുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 6ആയിട്ട് തിരിക്കാം. എന്താണ്? ഒന്നാമത്തെ എക്സ്പ്ലോഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന പി ബി ടി ഡി ചെ ജെ കെ ഗെ. ഈ സ്ട്രോക്കുകൾ നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലോഡൻസ് സ്ട്രോക്കുകൾ. അതെന്താണ്? ചരിച്ചെഴുതുന്ന സ്ട്രോക്കുകളാണ് നമ്മളെന്ന് പറയുന്ന എക്സ്പ്ലോഡൻസ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കോണ്ടിനൻസ് സ്ട്രോക്കാണ്. കോണ്ടിനൻസ് സ്ട്രോക്കാണ്. ആ സ്ട്രോക്കുകളിൽ നമുക്ക് എന്ത് പറയാം? അത് ഏതൊക്കെയാണ് സ്ട്രോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബി ഇത്ത് ദി എസ് ഇസഡ് ഇഷ് രി. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാം. എന്താണ്? കർവ്ഡ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. കർവ്ഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളച്ചെഴുതുന്ന സ്ട്രോക്കുകളാണ് എന്ന് പറയുന്നത്. എഫ് ബി ഇത്ത് ദി എസ് ഇസഡ് ഇഷ് ഇങ്ങനെ കർവ്ഡായിട്ട് എഴുതാം. നമുക്ക് എന്താ പറയാ? കർവ്ഡ് സ്ട്രോക്ക് എന്ന് പറയാം. മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാസൽസ് എന്നാണ് പറഞ്ഞത്. നാസൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ മൂക്കിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്ന് ഇന്ന് ഇമ്മ അപ്പൊ അതിനനുസരിച്ച്. അപ്പൊ അതാണ് നമ്മളെന്ത് പറയുന്നത്? നാസൽസ്. അതൊക്കെയാണ് എം എന്ന് ഇങ്. ഈ സ്ട്രോക്കുകളിൽ നമുക്ക് എന്ത് പറയാം? നാസൽസ് എന്ന് പറയാം. അടുത്ത സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സ് ആണ്.
ലിക്വിഡ്സ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ല് 6. അപ്പം എല്ലെന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ടായിരിക്കും. ഒന്ന് അപ്വേർഡ് ഉണ്ടായിരിക്കും, ഒന്ന് ഡൗൺവേർഡ് ആയിട്ടുണ്ടാകും. 6 പറഞ്ഞാലും എന്താണ്, ഒന്ന് അപ്വേർഡായിട്ട് എഴുതും, ഒന്ന് ഡൗൺവേർഡ് ആയിട്ട് എഴുതും. അതാണ് ലിക്വിഡ്സ്. അടുത്ത കോൾസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേ അല്ലെങ്കിൽ ഡബ്ല്യു എ. അപ്പോൾ വേ എ ഈ സ്ട്രോക്കുകൾ നമുക്ക് എന്ത് പറയാം, കോൾസൺസ് സ്ട്രോക്ക് എന്ന് പറയാം. അടുത്തത് എന്താണ്, ആസ്പറേറ്റ് ഒഴിഞ്ഞു നിൽക്കുന്നത് എച്ച്. തരത്തിൽ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. ഒന്ന് അപ്പോർഡ് എച്ച് ഉണ്ടായിരിക്കും, ഡൗൺവേർഡ് എച്ച് ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും സ്ട്രോക്കുകളാണ് നമ്മൾ ശരിക്കും നമ്മളിത് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം. നല്ല ഒരു സബ്ജക്റ്റാണ്. നിങ്ങളത് പിന്നെ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇത് കാണും, കണ്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളിൽ കൂടിയാണ് എനിക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എനിക്ക് എടുക്കാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കാണണം. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാം കാണണം, ലൈക്കും ചെയ്യണം, കമൻറ്റ് പറയണം, സബ്സ്ക്രൈബ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. എനിക്കിനി ശരിക്കും ക്ലാസ്സുകൾ നിങ്ങൾ അത് എടുക്കണേ. അത് കണ്ട് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാലേ എനിക്ക് ബാക്കി ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുള്ളൂ. നന്ദി.